ചേർന്ന് വേണം അല്ലേ? തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യ സഹായകനേ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കെ പ്രൊഫസർ, ഇന്ന് നമ്മുടെ മധ്യവിത്ത സമിതിയുടെ എറണാകുളം അമല രൂപതയുടെ ഈ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ വലിയ ഡോക്ടർ വികാരി അച്ഛൻ ലൂക്കോസ് പട്ടത്തോ, ജനറൽ സെക്രട്ടറി ഷൈബി പാപ്പച്ചൻ, അതുപോലെ ഇന്ന് നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുവാൻ വന്നിരിക്കുന്ന സിസ്റ്റർ ആർപ്പിത, ദേവാലയത്തിൻ്റെ കൈക്കാരന്മാർ, മറ്റ് മധ്യവിത്ത സമിതിയിലെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് വലിയ തിരക്കുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് വികാരിയച്ഛന് യൂദാദേവസിൻ്റെ തിരുനാളും പിന്നീട് കൂട്ടിസദ്യയും 12:05 കെട്ടും ഒക്കെ അച്ഛൻ്റെ ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് കൂടുതൽ നീട്ടിയൊന്നും കൊണ്ടുപോകുന്നില്ല. ഈ നമ്മുടെ KCDCയുടെ മധ്യവിദ്യ സമിതിയുടെ ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ വികാരി ലൂക്കോസ് അച്ഛനെ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധ്യക്ഷനാണ് ഞാൻ ആദ്യം പറയേണ്ടതെങ്കിലും പൗരസ്വരനൊക്കെ ഇതിനകത്ത് ഉള്ളതുകൊണ്ടും പൗരസ്വരനും മറ്റ് നമ്മുടെ സെക്രട്ടറി മറ്റുള്ള ഭാരവാഹികളെല്ലാവരെയും ഒന്നിച്ച് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം പറയുന്നതേ ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യം നമ്മുടെ അനേകം കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനപ്പുറം മക്കളെ സമൂഹം മദ്യത്തിൻ്റെ പാതയിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുക. അതിന് നമ്മളെ കൊണ്ടൊക്കെ ഒരു ചെറിയൊരു കൈത്താങ്ങ്, നമ്മളെ കൊണ്ടാവുന്ന കൈത്താങ്ങ് നമ്മൾ ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനാൽ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കെ പൗലോസ് എല്ലാവർക്കും മനോഹരമായിട്ടുള്ള സ്വാഗതം ആശംസിച്ച് തിരക്കിൻ്റെ പ്രത്യേകതകളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ ഇടയാക്കി സ്നേഹമുള്ള ഷൈബി പാപ്പച്ചൻസിനുണ്ട് മറ്റ് സദസ്സിലും വേദിയിലുമുള്ളവരെ, നമ്മൾ KCBCയുടെ മധ്യവിരുദ്ധ സമിതിയുടെ ഭാഗമായിട്ട് അങ്കമാലി പ്രധാനപ്പള്ളിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നൊരു യൂണിറ്റാണ്. ഇതിൻ്റെ സാവധാനം അത് വളരെ എണ്ണത്തിൽ കുറഞ്ഞും വണ്ണത്തിൽ കുറഞ്ഞുമൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് താഴോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. വീണ്ടും അതൊരു ഇനാഗുറേഷനാണോ അതെയോ ഒരു നവീകരണ പാതയിലാണോ ഇത് നീങ്ങേണ്ടതെന്നുള്ളതാണ് നമുക്കറിയില്ല. അതെന്തായാലും ലക്ഷ്യമൊന്നാണ്, മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക എന്നുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ദശകം മുമ്പ് പറഞ്ഞിരുന്ന മദ്യമാണോ ഇന്നത്തെ പ്രശ്നം? മദ്യത്തെക്കാൾ ഉപരിയായിട്ട് മനുഷ്യന് ലഹരി കൊടുത്തുകൊണ്ടിരിക്കുന്ന അപകടത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. മയക്കുമരുന്നുകൾ, കഞ്ചാവുകൾ, അല്ലെങ്കിൽ അതിനോട് ലഹരി പിടിപ്പിക്കുന്ന മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, കുട്ടികൾ ഉപയോഗിക്കുന്നതായ മീഡിയാസ് എല്ലാം ഇന്ന് മാരകമായിട്ട് വളരെ ഗൗരവമായിട്ട് സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ ഒരു പരിധിവരെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് ഇന്ന് കൊച്ചെന്നോ വലുതെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ കൂടാതെ അല്ലെങ്കിൽ ഒരു പ്രത്യേകതകളില്ലാതെ പലരും കയറി കടന്ന് ആക്രമിക്കുന്നതായിട്ടാണ് ഞങ്ങൾ പത്രങ്ങളിലും അല്ലെങ്കിൽ മറ്റ് മാധ്യമ ലോകത്ത് നിന്ന് വായിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. ഇതിനൊക്കെ എങ്ങനെ വിരാമം ഇടുമെന്ന് ചോദിച്ചെന്നാൽ മനുഷ്യൻ തന്നെ അറിയുക എന്നുള്ളതാണ്. സ്വയം അറിഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരെ അറിയാൻ പഠിക്കും. മറ്റുള്ളവരെ അറിഞ്ഞു കഴിയുമ്പോൾ സമൂഹത്തെ മൊത്തത്തിൽ ഉദ്ധരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് മദ്യം എന്ന് പറയുന്നത് ഇന്ന് അത്രമാത്രം ഭീകരമാണെന്ന് ചോദിച്ചാൽ ആരോഗ്യ മേഖലയിൽ ഭീകരമാണ്. കാരണം മദ്യം ഇന്ന് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഏതെങ്കിലും സഹായിക്കുന്ന രീതിയിലല്ല, പണത്തിൻ്റെ ഒരു ദുരാഗ്രഹത്തിൽ നിന്നാണ് സർക്കാർ പോലും ഇത് കൊണ്ടുനടന്നുകൊണ്ടിരിക്കുക.
400% അതിന് ഗവൺമെൻറ് ടാക്സ് കിട്ടുന്നു. അതോടൊപ്പം തന്നെ കുടിക്കുന്നവർ ആശുപത്രി വഴിയായിട്ടും മറ്റു രീതിയിലുമൊക്കെ പല പരിചരണത്തിന് ഇടവരുന്നു. പല വിധത്തിൽ സമൂഹം സംഘർഷപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഘർഷങ്ങൾക്കെല്ലാം പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റ മാർഗമാണ് ഞാൻ പറഞ്ഞത്, അറിയുക, സ്വയം അറിയുക, മറ്റുള്ളവരെ അറിയാൻ പഠിക്കുക എന്നുള്ളത്. അത് എത്രമാത്രം സ്വയം ആത്മനിയന്ത്രണം പാലിച്ച് ഇതിൽ നിന്ന് മറ്റുള്ളവർക്കൊരു മോഡലായി മാതൃകയായി മാറാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം. ഇന്നും നന്മയ്ക്ക് നന്മയുടേതായ ഒക്കെ അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ട്. ആ അസ്തിത്വവും വ്യക്തിത്വവും മറ്റുള്ളവർ മാനിക്കുന്നുമുണ്ട്. ഇന്നത് സമൂഹത്തിൽ പല വിധത്തിലുള്ള സ്വാർത്ഥ കൊണ്ടോ താല്പര്യങ്ങൾ കൊണ്ടോ സൂക്ഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ എന്നിട്ട് സംസാരിക്കുന്നില്ല. എന്തായാലും ഈ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിപത്തുകളും പഠന വിഷയമാവുകയും മദ്യവിരുദ്ധ സമിതി എന്നതുപോലെ തന്നെ സമൂഹത്തിൻ്റെ തിന്മയ്ക്ക് വിരുദ്ധമായിട്ടുള്ളൊരു ശക്തിയായിട്ട് എല്ലാവർക്കും മാറാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്നുള്ള ആശംസയോടെ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ടെന്ന് എല്ലാവർക്കും എല്ലാവിധ നല്ല പ്രവർത്തനങ്ങളും ചെയ്യുവാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. നേരത്തെ നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ അങ്കമാലിയിൽ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ് KCBC മദ്രസയുടെ അങ്കമാലി ഫൊറോന യൂണിറ്റ്. ഏകദേശം ഒരു 10 വർഷം മുമ്പാണെന്ന് തോന്നുന്നു അങ്കമാലിയിൽ നമ്മുടെ ഈ ഉച്ചസമയത്തെ കപ്പേലയുടെ ഭാഗത്ത് അതിനടുത്തായിരുന്നു ഒന്നൊരു ബിവറേജ് സ്റ്റാർട്ട് ചെയ്തത്. ആ ബിവറേജ് പൊട്ടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി, സാധാരണ രാഷ്ട്രീയ പാർട്ടികളാണ് മനുഷ്യചങ്ങല നടത്തുന്നത്, മദ്യത സമിതി ഒന്നും അങ്ങനെ മനുഷ്യചങ്ങല നടത്തിയുള്ള ഒരു പരിചയമോ കീഴ്വഴക്കമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ തന്നെ ഏകദേശം ഒരു 2000-3000 ഇടയ്ക്കുള്ള ആളുകളെ അണിനിരത്തി ചെയിൻ മുറിയാതെ തന്നെ അങ്കമാലി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് മുതൽ ഈ ബിവറേജ് കോർപ്പറേഷൻ വരെ ഞങ്ങൾ ഒരു മനുഷ്യചങ്ങല നടത്തുകയും അതിനോടനുബന്ധിച്ച് ആ ബിവറേജ് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അതിന് ശേഷം നാസ് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ബിവറേജിന് വീണ്ടും ഒരു റൂം അലോട്ട് ചെയ്തപ്പോൾ അന്ന് അധികൃത പ്രസിഡൻ്റായിരുന്ന ചാർലി പോള് ഒരു ദിവസം മുഴുവൻ നിരാഹാരം കിടക്കുകയും അതിനോടനുബന്ധിച്ച് ആ ബിവറേജ് അവിടെ നിർത്തലാക്കുകയും ചെയ്തു. അവർ തുടങ്ങാൻ സമ്മതിച്ചില്ല, തുടങ്ങിയത് പോലുമില്ല. അന്ന് ആദ്യത്തെ ആ ധ്യാനത്തിന് കൊണ്ടുപോയ സമയത്ത് ഇവിടുന്ന് ഒരു ബസ്സിനുള്ള ആദ്യത്തെ ധ്യാനത്തിന് കൊണ്ടുപോയപ്പോൾ ഏകദേശം 50 ആളുകളുണ്ട്. ഒരു ബസ്സിനുള്ള ആളുകളെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം, ഇറങ്ങിയവർ ഷാപ്പൻ അടിച്ചിന് ഓടിയത്. പിന്നെ ഇവരെ വിളിച്ചു കൊണ്ടുവന്ന് വണ്ടി കയറ്റി കൊണ്ടുവരാനായിട്ട് വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. എല്ലാവരും തടുത്തുമാടി കൊണ്ടുവന്ന് തമ്പലക്കാട് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയി. തമ്പലക്കാട് ധ്യാനകേന്ദ്രത്തിൽ പ്രത്യേകത അവിടെ മദ്യപാനികൾക്ക് വേണ്ടി മാത്രം ധ്യാനം നടത്തുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ പരിപാടിക്ക് അൽമായറിൽ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് നമ്മുടെ ജോസഫ് തെക്കിനത്താണ്. ഞാനൊക്കെ തുടക്കത്തിലൊക്കെ പോയി അതിന് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നല്ലാണ്ട് എല്ലാ മാസവും ഇവിടുന്ന് ആളെ കൊണ്ടുപോകുമ്പോൾ 10 മുതൽ 17 വരെയാണ് അവിടുത്തെ ധ്യാനം. ആ പരിപാടിക്ക് ജോസഫ് തെങ്ങിനത്താണ് ഇവിടുന്ന് ബസ്സിനൊക്കെ ആകും. അച്ഛനും ഞാനൊക്കെ തുടക്കത്തിലൊക്കെ പോയി ഒന്ന് ഇനിഷ്യേറ്റീവ് എന്നല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ജോസഫ് തെങ്ങിനത്താണ്. അങ്ങനെ കുറേ കാലം അച്ഛനോട് പോകുന്നവരെയൊക്കെ അങ്ങനെ ഇവിടുന്ന് അധികം ആളെ കൊണ്ടുപോയി. കണ്ടമാനം ആളുകൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. കണ്ടമാനം ആളുകൾ ആ വേദിയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച ആളുകൾ ഇന്ന് പലരും അങ്കമാലിയിൽ നമുക്ക് എടുത്തു പറയാവുന്ന കണ്ടമാനം ആളുകൾ കൂട്ടത്തിലുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നു മദ്യപാനത്തിന് അടിമപ്പെട്ട ആളുകൾക്ക് ഇവിടെ ഞങ്ങളൊക്കെ കൂടി ഒരു സഹായ ഹസ്തം നീട്ടിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒട്ടുമിക്കവരും മദ്യപാനത്തിന് അടിപ്പെട്ടവരാണ്, എല്ലാവരും ഒട്ടുമിക്കവരും. അപ്പോൾ ആ വിഭാഗത്തിൽ നിന്ന് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് പിടിച്ച് അവരെങ്ങനെ ധ്യാനം കൊണ്ടുപോയി ധ്യാനത്തിന് വിട്ട് ധ്യാനം കൂടി തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഏകദേശം 9 പേർക്ക് ഞങ്ങൾ
ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തു, പുതിയ ഓട്ടോറിക്ഷ. എന്ന് വെച്ചാൽ അവരിവിടെ ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾ മദ്യപാനം നിർത്തി എന്നുള്ളത് ഇവിടെ പള്ളിക്കും സഭയായിട്ട് ബന്ധപ്പെട്ട അച്ഛന്മാർക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അറിയാം, പക്ഷെ നാട്ടുകാർക്കും ആർക്കും അറിയില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിതിൽ നിന്ന് മാറി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരും വണ്ടി ഓടിക്കാൻ തരില്ല, ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു ജീവിതമാർഗ്ഗം കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 9 പേർക്ക് ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തു. അതിനകത്ത് 2 പേര് മാത്രമാണ് ഒരു താളം തെറ്റിപ്പോയത്. ബാക്കി 7 പേരും ഇന്ന് വളരെ നന്നായിട്ട് ജീവിച്ചു പോകുന്നു. ആ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആളിപ്പോൾ നിലവിൽ നമ്മുടെ സമൂഹത്തിൽ 7 പേര് ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു. അങ്കമാലിയെ സംബന്ധിച്ച് മധ്യപ്രദേശ് സമിതിക്ക് അന്ന് നല്ലൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു യൂണിറ്റ് ഫോം ചെയ്യാമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്കമാലിയിൽ യൂണിറ്റ് ഫോം ചെയ്യാൻ നേരത്തെ യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഈ കൊറോണയും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക കെടുതികളൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്വല്പം സ്ഥിരീകരിച്ചു പോയി. അത് വീണ്ടും റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിവിടെ കൂടാനുണ്ടായ പ്രധാന കാരണം. അതിനുവേണ്ട സഹകരണങ്ങൾ നിങ്ങളുടെ പക്ഷത്തു നിന്നും അതുപോലെ തന്നെ ഇടവകയിൽ നിന്ന് അച്ഛന്മാരുടെ പക്ഷത്തു നിന്ന് എല്ലാവരും ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്കമാലി ഇത്രയും നാൾ അങ്കമാലിയിലെ എറണാകുളം യൂണിറ്റിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിറ്റായിരുന്നു അങ്കമാലി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റായിട്ട് വളർന്നു മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരു കൂപ്പുകൈ. ഞാൻ ഈ ഒരു പൗലോസ് സാർ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് മദ്യവിരുദ്ധം. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മദ്യം ഒരു വിരുദ്ധമാണ് അല്ലേ? കൂടുതൽ മദ്യപാനം ഒരു അഡിക്ഷൻ. ആ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു വിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. അതൊരു തിന്മയുടെ പ്രവർത്തനം. പക്ഷേ അതിന് ഓപ്പോസിറ്റ് ഒരു നന്മയുടെ പ്രവർത്തനത്തിന് വന്നപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുറഞ്ഞു. അപ്പം അതിൻ്റെ തന്നെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് എന്ത്? നന്മയ്ക്ക് ആൾക്കാർ കുറയും, തിന്മയ്ക്ക് ആൾക്കാർ കൂടും. അപ്പം ഇതിന് നന്മയുടെ ഒരു സമൂഹമാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. അപ്പം ഈ നന്മയുടെ സമൂഹം നമ്മൾ വളരെ കുറച്ചുള്ളൂ. പക്ഷെ നമ്മുടെ പ്രവർത്തനം എത്തിച്ചെല്ലേണ്ടത് നമ്മുടെ അങ്കമാലി ഏരിയയിൽ തന്നെ നമുക്കിവിടെ പ്രവർത്തിക്കാൻ ഇത്രയും പോരാ. അപ്പം എങ്ങനെയൊക്കെ നമുക്ക് എത്രമാത്രം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു നന്മയുടെ ഈ മദ്യം മാത്രമല്ല, ഇന്ന് എല്ലാ തരത്തിലും ഉള്ള അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുമുള്ള ലഹരി ഇവിടെ സുലഭമാണ്. അപ്പം അതൊരു നന്മയായിട്ടാണ് ഇന്നത്തെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് അറിയാതെ പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു നല്ല സ്ട്രോങ് ശക്തി നമുക്ക് വേണം. മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ളൊരു പവർ നമുക്കുണ്ടെങ്കിലാണ് ആ ഒരു അധികാരം നമ്മുടെ കയ്യിൽ നമുക്കൊക്കെ തന്നിരിക്കുകയാണ്. അപ്പം അത് നന്നായിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. സമൂഹത്തിലെ സാധാരണ ജനങ്ങളുടെ അടുത്തേക്ക് അത് എത്തണം. അപ്പോൾ നമ്മളിങ്ങനെ ഈ ചൂടത്തിരുന്ന് ഇത് കേൾക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും എല്ലാം നമുക്കിങ്ങനെ ഒരു ചൂട് വേണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചൂടത്ത് കുറേ നേരം നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ മനസ്സിലൊരു ചൂടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ചൂടുണ്ടെങ്കിൽ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പം ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു കാര്യം, ഞാൻ കൗൺസിലിങ്ങിലാണ്, ഞാൻ കുടുംബ കോടതിയിൽ കൗൺസിലിങ്ങിന് പോകുന്നുണ്ട്. കേരള പോലീസിൻ്റെ വനിതാ സെല്ലിൽ കുടുംബ പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന കുടുംബ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ സെൻറ്റ് ജൂഡ് നമ്മുടെ അങ്കമാലിയിൽ മോർണിംഗ് സ്റ്റാർ കോളേജിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം 23 വയസ്സായി. നമ്മൾ വിചാരിക്കും പുരുഷന്മാർ മാത്രമാണ് മദ്യത്തിന് അടിമ, മയക്കുമരുന്നിനൊക്കെ അടിമ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സമൂഹം വളരെ ഫാസ്റ്റായിട്ട് ഒരു തിന്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ KCBC മദ്യവിരുദ്ധ സമിതിയുടെ ഈ ഒരു പ്രവർത്തനം ആനുകാലികമായിട്ട് മാറ്റങ്ങൾ വരുത്തി നമുക്ക് പ്രവർത്തിക്കാനുള്ളത്. അപ്പോൾ ഞാൻ 23 വയസ്സായ ഒരു പെൺകുട്ടി, അച്ഛനും അമ്മയും ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്, LLBക്ക് പഠിക്കുകയാണ്. ഈ പെൺകുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇവള് വിറയ്ക്കാണ്. എന്തിനാ വിറയ്ക്കണേ?
പഠിക്കുന്ന ഹോസ്റ്റലിൽ PG ബ്ലോക്കിലാണ് നിൽക്കുന്നത്. രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോവും. ആരുടെ കൂടെ? ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നു. പബ്ബിലെ പോണത്. അവിടെ എന്താ? മദ്യം, കളി, എല്ലാ കാര്യങ്ങളും, മയക്കുമരുന്ന് എല്ലാം ഉപയോഗിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ 60 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് വിട്ടു. 60 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും കുട്ടിക്ക് ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടിയിട്ടില്ല. ആ ട്രീറ്റ്മെൻറ്റ് അത് കൈയും കാലമൊക്കെ വിറയ്ക്കണതാണ്. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, ഒരു ക്രിസ്തീയ പെൺകുട്ടി. 3 പെൺമക്കളാണ് അച്ഛനും അമ്മയ്ക്കും ഉള്ളത്. പക്ഷേ ഈ 3 പെൺമക്കളിൽ 3 പേരും മദ്യം, മയക്കുമരുന്ന് ഇതിനടിമപ്പെട്ടു പോയേക്കാണ്. ഒരാൾ ആയുർവേദ ഡോക്ടർ, ഒരാൾ അഡ്വക്കേറ്റ്, ഒരാൾ എൻജിനീയറിംഗ്. 3 ഫീൽഡിൽ വിദ്യാഭ്യാസമില്ലായ്മയല്ല പ്രശ്നം. അച്ഛനും അമ്മയും നല്ല ബിസിനസ് ലെവലിൽ നല്ല ഉന്നത തലത്തിൽ നിൽക്കുന്നു. ഇവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കുട്ടീനെ കുറേ നാൾ കൗൺസിലിംഗ് ചെയ്ത് ഇപ്പോൾ ഒരുവിധം ലെവലിലേക്ക് അത് മാറ്റി. വീട്ടുകാർ, പാരൻസ് ആണെങ്കിൽ എല്ലാം അനുവദിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ 23-20 വയസ്സായപ്പോഴാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് പെട്ടുപോയത്. അതുവരെ പ്രാർത്ഥിച്ചൊക്കെ നടന്നിരുന്ന, എല്ലാവരുടെ മുമ്പിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ ഈ മക്കളിൽ വന്ന മാറ്റമാണിത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ വീട്ടിലെ ആരാണ് നിന്റെ തുണിയൊക്കെ അലക്കണത്? വാഷിംഗ് മെഷീൻ. ആരാ വീട്ടിൽ അടിച്ചു വരുന്നത്? വേലക്കാരി. വീട്ടിൽ ഓരോ കാര്യങ്ങൾക്കും കുട്ടിക്ക് ആ കുട്ടിയുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായില്ല. അപ്പം നമ്മൾ കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിലേക്ക് കുടുംബം നന്നായി, സമൂഹം നന്നായി, സമൂഹം നന്നായി, സ്റ്റേറ്റ് നന്നായി, സ്റ്റേറ്റ് നന്നായി, നാഷൻ നന്നായി എന്നൊക്കെ. അപ്പം നമ്മുടെ കുടുംബത്തിലെ പരിശീലനം തുടങ്ങി നമുക്ക് മാറ്റം വരുത്തേണ്ട ഒരു സമയമായി. അപ്പം ഈ കുട്ടി പറയുന്നത് പബ്ബിൽ പോകണം, എനിക്ക് പബ്ബിൽ പോകണം. 60 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും പറയണത് അവൾക്ക് അതിനുള്ള ഫ്രീഡം വേണം, എനിക്ക് ഫ്രീഡം വേണം. അപ്പം ഞാനപ്പോൾ പറയാം കുട്ടിക്ക് യാതൊരു എന്താ തെറ്റ്? എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. അപ്പം നമ്മുടെ ജനറേഷനൊക്കെ കൂടി ഇരിക്കുന്നവർക്ക് നമുക്കൊന്നും മനസ്സിലാവണില്ല. അവർക്കാണ് ഇതൊക്കെ ശരിയാണ്, സമൂഹത്തിൽ ഇങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിനെയാണ് നമ്മൾ ഒരു വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങണം, ശാരീരികമായിട്ട് നമ്മൾ ഒരുങ്ങണം. ഈ തിന്മ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ നമ്മുടെ സമൂഹം നന്മയായിട്ട് മാറുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 8ാം ക്ലാസ്സുകാരനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അച്ഛൻ, അവൻ്റെ പപ്പ ക്രിസ്ത്യൻ തന്നെയാണ്. 38 വയസ്സിൽ മദ്യപാനം കഴിഞ്ഞ് മരിച്ചു. 8ാം ക്ലാസ്സുകാരൻ ഇപ്പോൾ മദ്യത്തിന് അടിമയാണ്. നമ്മുടെ ചുറ്റും അങ്കമാലി പ്രദേശത്തുള്ളതൊക്കെ ഞാൻ പറയണത് അടിമയാണ്. ഈ കുഞ്ഞിനെ എപ്പം അവൻ ചെറുതായതുകൊണ്ട് അവനോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവന് മനസ്സിലായി. കൗൺസിലിംഗ് കൊടുത്തപ്പോൾ മനസ്സിലായി. കൂട്ടുകാർ ക്ലാസ്സിലെ ഒരു പിക്നിക്കിന് പോകുമ്പോൾ കുട്ടികൾ കൊണ്ടുപോകുന്നത് മദ്യക്കുപ്പിയാണ്. അത് ടീച്ചർമാരും കണ്ണടക്കുക, ഒന്നും പറയാൻ പറ്റുന്നില്ല. അവർക്ക് കഞ്ചാവ് സുലഭമായിട്ട് കിട്ടുന്നു, മദ്യം സുലഭമായിട്ട് കിട്ടുന്നു. ഇതൊരു ഹീറോയിസമായിട്ട് നമ്മുടെ സമൂഹത്തിലെ തിന്മ നന്മയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിനെ എല്ലാം അറിയാം, നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ ഓരോ വ്യക്തിയുടെയും, ഓരോ കുടുംബത്തിൻ്റെയും, സമൂഹത്തിൻ്റെയും വേദനകൾ കണ്ടറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓരോ ദിവസവും. അപ്പോൾ ഈ 8ാം ക്ലാസ്സുകാരൻ്റെ അമ്മ പറയും, എൻ്റെ ഭർത്താവ് 38 വയസ്സിൽ, അവന് 38 വയസ്സുള്ളൂ, വൈഫിന് 35 വയസ്സുള്ളൂ, മദ്യം കഴിച്ച് മരണമടഞ്ഞു. എനിക്ക് ആകെ പ്രതീക്ഷയുണ്ടായത് എൻ്റെ ഈ മോനെയാണ്. മോനും ഇപ്പോൾ മദ്യത്തിന് അടിമപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്കുണ്ടായ വേദന. അപ്പോൾ ഈ മദ്യം എന്ന് പറയുന്നത്, മയക്കുമരുന്ന് എന്ന് പറയുന്നതും ഒരു വ്യക്തി നന്മയായിട്ട് കാണുമ്പോൾ ആ വ്യക്തിയോട് കൂടെ ആയിരിക്കുന്ന വ്യക്തികൾ, ജീവിത പങ്കാളി, ഇന്ന് സ്ത്രീകളും പുരുഷരും കുട്ടികളും ഒക്കെ ഞാൻ പറയും, അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും സമാധാനമല്ല അനുഭവിക്കുന്നത്, അസ്വസ്ഥതയാണ്. എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ട്, ആരോഗ്യപരമായിട്ട്, എല്ലാ തരത്തിലും അവർ അസ്വസ്ഥതകൾ അനുഭവിക്കുകയാണ്. ഇത് സമൂഹത്തിലേക്ക് ബാധിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ എങ്ങനെ പൈസ കണ്ടെത്തുന്നത്? മോഷണത്തിലേക്ക് ഇറങ്ങുന്നു. അല്ലെങ്കിൽ എന്താ കാണുന്നത്? സ്ത്രീ പീഡനത്തിലേക്ക്. ഇപ്പം സ്ത്രീകളും പുരുഷന്മാരെ പീഡിപ്പിച്ചു തുടങ്ങി. അപ്പം ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് സമൂഹം പുരുഷന്മാരെ പീഡിപ്പിക്കുന്നുണ്ട്. ഇപ്പം മിക്ക കേസുകളിലും, കുടുംബ കോടതിയിൽ വരുന്ന മിക്ക കേസുകളും സ്ത്രീ പീഡനത്തെക്കാൾ പണ്ട് സ്ത്രീകളാണ് അനുഭവിച്ചിരുന്നത്. ഇന്നിപ്പോൾ പുരുഷന്മാര് ഡിവോഴ്സ് വേണ്ടാന്ന് പറയണത്, പക്ഷെ സ്ത്രീകൾക്ക് വേണമെന്നാ പറയണത്. എല്ലാം കൊടുക്കുന്നുണ്ട്, മദ്യം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നേരെ തിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ പീഡനം എന്നും പുരുഷ പീഡനം എന്നൊക്കെ ഒന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറാണ്. അപ്പോൾ ഈ സമൂഹത്തിലാണ് നമ്മളൊക്കെ ഈ ഒരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങണത്. അപ്പോൾ എന്നും റിയാലിറ്റി ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ആ കുടുംബത്തിൽ നമുക്ക് നേരിട്ട് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ പൗലോസ് സാറ് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ നന്മ
ആ സമൂഹത്തിലേക്ക് വ്യാപിക്കണം. അവർ പ്രഘോഷകരായിട്ട് മാറണം. അപ്പം അവരെ ഇടയ്ക്ക് നമ്മൾ വിളിക്കണം. അത് ഞാൻ പറഞ്ഞില്ല, 60 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന കുട്ടിക്ക് വീണ്ടും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറുന്നില്ല. ഇപ്പോൾ കുറഞ്ഞ് വന്നിട്ടുള്ളൂ. എത്ര ദിവസങ്ങളെടുത്ത്, എത്ര മാസങ്ങളെടുത്തു. വീണു പോകാൻ എളുപ്പമാണ്, കയറ്റിക്കൊണ്ടുവരാൻ നമ്മുടെ ക്ഷമാപൂർവമായ ഒരു ഇടപെടൽ വേണം. അപ്പോൾ ഒരു മദ്യപാനം എന്ന് പറയണതും മയക്കുമരുന്നിൻ്റെ പ്രശ്നം എന്ന് പറയണതും നമ്മുടെ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല. അത് ഒരു കുടുംബത്തിന് രോഗമാകും, സമൂഹത്തിന് രോഗമാകും. ആ സമൂഹത്തിലെ രോഗത്തിൽ നമുക്ക് എല്ലാവരും അത് ബാധിക്കും. നമ്മൾ വിചാരിക്കും അടുത്ത വീട്ടിലല്ലേ പ്രശ്നം, ഇപ്പുറത്തല്ലേ പ്രശ്നം, നാളെ എൻ്റെ വീട്ടിലേക്ക് ഇത് വരും. കാരണം നമ്മൾ പറഞ്ഞില്ലേ, കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് അത് അങ്ങ് അകലെയല്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവിടെയൊക്കെ വന്നു. ഇതുപോലെയാണ് ഒരു കുടുംബത്തിലെ പ്രശ്നം സമൂഹത്തിലേക്ക് വരുന്നത്. ഈ സമൂഹത്തിലെ പ്രശ്നം നമുക്ക് എല്ലാവരെയും നമ്മളെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് പേരുള്ളെങ്കിലും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് ഈ ഒരു തിന്മയെ നമുക്ക് മദ്യം മാത്രമല്ല, മറ്റ് മയക്കുമരുന്നും നമുക്ക് സുലഭമാണ്. കുട്ടികളെയാണ് ഇത് കൂടുതൽ ഇന്ന് അട്രാക്റ്റീവ് ആക്കി കൊണ്ടു നടക്കുന്നത്. കുട്ടികളെ ഒരു 7ാം ക്ലാസ് തുടങ്ങി കുട്ടികളെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ജോസ്പുരം പ്രദേശത്ത് ഒരു കോളനിയിൽ നിറച്ച് ഈ വക പരിപാടികളായിരുന്നു. നമ്മളതിനകത്ത് കുറേ നാളുകൾ ചെന്ന് വിസിറ്റ് ചെയ്ത് കുട്ടികളെ കണ്ട് കുട്ടികളിലൂടെ നമുക്ക് കുറേ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനും കുട്ടികളുടെ പ്രശ്നങ്ങളിലൂടെ മാതാപിതാക്കളേക്ക് കടക്കണം. കേസ് കൊടുത്താലും നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം എന്താ, നമുക്കൊരു സമൂഹമാണ് തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ തിന്മ സമൂഹത്തിലേക്ക് മാറുന്നു. അപ്പോൾ ആ പ്രദേശത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളത് ഇടപെട്ട് ആ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടത് കൊണ്ട് തന്നെ ഇന്ന് കുറേ പ്രശ്നങ്ങൾ ആ കോളനിയിൽ നിന്ന് മാറിപ്പോകാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഈ ചുറ്റുപാടുമാണ്, നമുക്ക് ചുറ്റുമുണ്ട് പ്രശ്നങ്ങൾ. നമുക്കുണർന്ന് ഈ ഒരു മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ തീക്ഷ്ണതയോടുകൂടി നമുക്ക് വ്യാപരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, സമാധാനമുണ്ട്. അത് മാർക്കറ്റിൽ പോയാലൊന്നും നമുക്ക് കിട്ടില്ല. ഏത് നല്ല ഡ്രസ്സ് എടുത്താലും നമുക്ക് കിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ നന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. ഞാൻ ഇന്നൊരു വീട്ടിൽ പോയിട്ടാണ് വരണേ. പോരണ വഴിക്ക് ഞാനൊരു വീട്ടിൽ കയറി. മകൻ മദ്യം കഴിച്ച് മരിച്ചതാണ്. കോടിയുടെ കടമാണ് ബാങ്കിൽ ജപ്തി ചെയ്തിട്ട്. അപ്പോൾ ആ ബാങ്ക് ജപ്തി വന്നപ്പോൾ നമ്മളൊന്ന് ഇടപെട്ട്, പ്രായമായതുകൊണ്ട് അവർക്ക് വേണ്ട ഒരു മീഡിയേറ്ററായിട്ട് നിന്ന് ജപ്തിയിൽ നിന്ന് ആ വീട് മാത്രം അവർക്ക് ഒഴിവാക്കി കൊടുത്തപ്പോൾ അമ്മയുടെ നന്ദി. മകൻ മരിച്ചുപോയി, മദ്യം കഴിച്ച്. അപ്പോൾ അമ്മയ്ക്കുണ്ടായി, അമ്മ ഇന്ന് പ്രായത്തിലാണ്. അപ്പോൾ വേറെ ഒരു രക്ഷയില്ല, വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥ വന്നപ്പോൾ നമ്മളൊന്ന് ഇടപെട്ടു. അപ്പോൾ അവർക്ക് കിട്ടിയ ഒരു സന്തോഷം അവരൊരു അത്ഭുതമായിട്ട് കാണുകയാണ്. പക്ഷെ അമ്മയുടെ നന്ദി. അങ്ങനെ ഒത്തിരി പേർക്ക് നമുക്ക് നന്മ ചെയ്യാൻ പറ്റും. വീട് സന്ദർശനങ്ങൾ കൂടുതൽ നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഇതുപോലെ വിദ്യാലയങ്ങൾ വഴി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുട്ടികൾ ഇന്ന് ഇത് തിന്മയാണെന്ന് അറിഞ്ഞാലാണ് അവരതിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ചുറ്റുപാടും കുറേ ഗവൺമെൻറ് സ്കൂളുകളുണ്ട്, കോളനികളുണ്ട്. അവിടെയൊക്കെ ഒന്ന് കേന്ദ്രീകരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തെ കുടുംബങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, മുൻനിരയിലേക്ക്, നന്മയിലേക്ക് നയിക്കാൻ പറ്റും. അവർ നന്നായാൽ സമൂഹം നന്നാവും. അപ്പോൾ നമ്മുടെ അങ്കമാലി പ്രദേശത്തെ ഒരു സന്തോഷകരം, സമാധാനപരമായ ഒരു സമൂഹമാക്കി മാറ്റാം. അങ്കമാലി ഫൊറോനയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മദ്യവിരുദ്ധ സമിതിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചൂടത്ത് ഞാൻ അധികം പറയണില്ല. എൻ്റെ കുറച്ച് 2 അനുഭവങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഒത്തിരി അനുഭവങ്ങളുണ്ട് നമ്മുടെ എനിക്ക് നേരിട്ട് പറയാനായിട്ട്, വെട്ടും കുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അവരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ മിക്കവരും തന്നെ ഇത് അവർ പറയണത്, ഞാൻ മദ്യം എനിക്ക് നിർത്താൻ പറ്റും, പക്ഷെ നിർത്താൻ പറ്റില്ല. പിന്നെ അത് വെട്ടായി കുത്തായി മാനസിക രോഗങ്ങളിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ അവിടെയൊക്കെ നന്നായിട്ട് ഇടപെടേണ്ടതായിട്ട് വരും. റിസ്ക് ഏരിയയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് നമ്മുടെ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് അതിനുവേണ്ട എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നന്നായിട്ട് ഇനി പ്രവർത്തിക്കാനുള്ള, തുടർന്നും അവരുടെ സേവനങ്ങൾ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു മദ്യവിരുദ്ധ വ്യക്തിയായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാതൃകയാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. മദ്യനിരോധനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ടൊക്കെ സിസ്റ്ററും അതുപോലെ തന്നെ മുന്നേ പ്രസംഗിച്ച എല്ലാവരും തന്നെ പറയുകയുണ്ടായി. ഞാൻ നേരത്തെ ജോസേട്ടനോട് ചോദിച്ചു, നമ്മുടെ യൂണിറ്റ് ഇവിടെ മുമ്പുണ്ടായിരുന്നോ എന്ന്.
ജോസറ്റും പറഞ്ഞു യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഇവിടെ യോഗം കൂടി അതിൻ്റെ ഭാരവാഹികളെ ഇന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ നന്മയുണ്ട്, തിന്മയുണ്ട്, അതുപോലെ തന്നെ നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. ഇന്നത്തെ യുവജനങ്ങൾ, ന്യൂജൻ, തിന്മയെ വാരിപ്പുണരാനും അതോടൊപ്പം തന്നെ നിയമങ്ങളെ ലംഘിക്കുവാനുള്ള ഒരു ത്വര യുവാക്കൾക്കിടയിൽ കൂടി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കൊരു ക്രൈസായി മാറിയിരിക്കുക നിയമങ്ങൾ ലംഘിക്കുക എന്നുള്ളത്. നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവാത്ത ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ഒരൊറ്റ കാര്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ തുടങ്ങണം. നമ്മുടെ മക്കളെ വഴിപിഴച്ച് പോകാതിരിക്കുവാനായിട്ടുള്ള എല്ലാവിധ ആ സാഹചര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള കൂടുതൽ ഉത്തരവാദിത്തം നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തനം കൂടിയാണ്, ഞാനൊരു കൗൺസിലറും കൂടിയാണ്. എൻ്റെ വാർഡ് നേരത്തെ ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചു, ജോസ്പുരം ഭാഗമാണ് 21-ാം വാർഡ്. എൻ്റെ വാർഡിലുള്ളവരെന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ വീട്ടുകാരാണ്. അതിലെ ഒരു വീട്ടമ്മ വളരെ ഹൃദയഭേദകമായി എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു. അവരുടെ മകൻ ലഹരിക്ക് അടിമപ്പെട്ട് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായിട്ട് അവരെന്നോട് പറയുകയുണ്ടായി. ആ പയ്യൻ വീട്ടിൽ വന്നാൽ വെറുതെ ഇരിക്കില്ല, വരുന്നത് തന്നെ രാത്രി 12 മണി കഴിഞ്ഞിട്ട് രാത്രി വരുള്ളൂ. പിന്നെ വന്നാൽ തന്നെ അവിടെ ഒച്ചപ്പാടും ബഹളവും, അവരുടെ മാതാക്കന്മാരായിട്ട് എന്നും തല്ലും ബഹളവും, അങ്ങനെ ഒരു സമാധാനമില്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഇന്നത്തെ നമ്മുടെ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആലോചിക്കുകയാണ്. അപ്പം നമുക്കിതിനൊക്കെ ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ന് മദ്യനിരോധന സമിതി പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ സാമൂഹ്യ തിന്മയെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞ് കളയാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മുടെ ബസിലിക്ക സമൂഹം, ഞാൻ വൈസ് ചെയർമാൻ എന്ന നിലയിൽ പറയുകയാണ്, എൻ്റെ എല്ലാവിധ പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. സ്നേഹം നിറഞ്ഞ മദ്യവിരുദ്ധ സമിതിയുടെ അതിരൂപത യൂണിറ്റ് ഭാരവാഹികളെ, ഇവിടെ ഇതിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും മദ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. ഞാൻ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾക്കിവിടെ വന്ന് ഈ പരിപാടി വളരെ ധന്യമാക്കി തീർത്ത അങ്കമാലി ബസിലിക്ക യൂണിറ്റിലെ നല്ലവരായ മദ്യവിരുദ്ധ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് KCBC മദ്യവിരുദ്ധ സമിതി എറണാകുളം അങ്കമാലി അതിരൂപത സമിതിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. കൂടാതെ നമ്മൾക്ക് ഇവിടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ശ്രീ ബാസിൻ ഡി പാറയ്ക്കൽ, അതുപോലെ തന്നെ കൈക്കാരന്മാരായ റിൻസൻ, ഷാൻഡോ പടയാട്ടിൽ, ഈ മദ്യവിരുദ്ധ സമിതിയുടെ നമ്മുടെ ബസിലിക്ക യൂണിറ്റിലെ ശ്രീ ചെറിയാമുണ്ടാടൻ, ശ്രീ ജോസ് പടയാട്ടി, ശ്രീ ജോസഫ് തെക്കിനീത്ത്, ശ്രീ ദേവസി കൊളരിക്കൽ, എല്ലാവരെയും ഈ ഇതിനകത്ത് പങ്കെടുത്ത് ഈ സംരംഭം വിജയിപ്പിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് മദ്യവിരുദ്ധ സമിതി. വളരെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഈ ബസിലിക്ക അങ്കണത്തിൽ നമ്മളായിരിക്കുക. കാരണം നമ്മുടെ സംഘടനയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് KCBC മദ്യവിരുദ്ധ സമിതി. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിലെല്ലാം ഏറ്റവും ഭംഗിയായി ഇവിടെ നടന്നിരുന്നു. ഇടക്കാലം കൊണ്ട് കൊറോണ ഒക്കെ വന്നതിന് ശേഷം ജനങ്ങളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കുറഞ്ഞ്, അങ്ങനെ എങ്കിലും വളരെ ഭംഗിയായി തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ ഭാരവാഹികളും ഇതിൽ പ്രവർത്തിക്കുന്നവരൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അതിരൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒത്തിരി മീറ്റിങ്ങുകളൊക്കെ നടത്തി ഇതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിച്ചുകൊണ്ട് പോകാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ് നമ്മളുടെ കുടുംബങ്ങളിലേക്ക് മദ്യം, മയക്കുമരുന്നിൻ്റെയൊക്കെ അതിപ്രസരം വന്നതിന് ശേഷം
ഒത്തിരി കുടുംബങ്ങൾ നാശത്തിൻ്റെ വക്കിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഈ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഒത്തിരി പേരുടെ കണ്ണുനീര് നമുക്ക് അവരുടെ സംസാരങ്ങളിലും അവരുടെ പ്രവർത്തികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരു കുടുംബം സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് ഈ മദ്യ ലഹരിയുടെ ഉപയോഗങ്ങൾ. അതിൽ നിന്നൊരു മോചനം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ കുടുംബം ഏറ്റവും നല്ല ഒരു മാതൃകയായ ഒരു കുടുംബമായി മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതൊരു പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമായി ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ജനങ്ങളുടേതായ എല്ലാ ഇങ്ങനെയുള്ള അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതിനുള്ള ഒരു പ്രവർത്തനമായാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനുള്ള തുടർന്നുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അങ്കമാലി ഫൊറോന യൂണിറ്റ് വളരെ സജ്ജമാണ്. ഇന്നു മുതൽ അവർ നിലവിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും തുടർന്ന് അങ്ങോട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്ക് പറയാനുള്ളത്, ഇവിടെ വളരെ ആശയ സമ്പുഷ്ടമായ രീതിയിൽ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞു. ഇനി പ്രസംഗിക്കാൻ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിലും വളരെ നിസ്സാരം ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയുകയാണ്. ഒരു വ്യക്തി കുടിച്ചു തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു സൗഹൃദ ബന്ധത്തിൽ കൂടിയായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം, ചിലപ്പോൾ അല്പം മദ്യപിക്കുന്നത് സാമ്പത്തികമായ നഷ്ടം സംഭവിക്കുമ്പോഴായിരിക്കാം. ഇങ്ങനെ വിഭിന്ന കാര്യങ്ങളിൽ ആണ് ഒരു വ്യക്തി തീർച്ചയായിട്ടും മദ്യത്തിന് അടിമയായി തീരുന്നത്. അതുമൂലം എന്തുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. അത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. കാരണം മദ്യപാനം അതികഠിനമാകുമ്പോൾ അല്ലെങ്കിൽ അത് രൂക്ഷമാകുമ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിനെ അത് ബാധിക്കുന്നു, ഞരമ്പുകളെ അത് പ്രവർത്തനരഹിതമാക്കുന്നു. മാത്രമല്ല ശരീരത്തിലെ കിഡ്നി, അതുപോലെ ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗം, അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ കൊണ്ട് ആ വ്യക്തി നിത്യരോഗിയായിത്തീരുന്നു. അതുകൊണ്ട് എന്തുണ്ടാകുന്നു? ആ കുടുംബത്തിൽ സാമ്പത്തികമായ വൻ നഷ്ടം വന്നു ചേരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ആ വ്യക്തിക്ക് ഒരു ജോലി പോലും ചെയ്ത് ആ കുടുംബത്തെ പോറ്റാനോ ആ മക്കളെ സംരക്ഷിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കുടുംബമായി ജീവിക്കുന്നവരാണ്. ഞാനും നിങ്ങളും എല്ലാവരും മക്കളും കുഞ്ഞുമക്കളും മാതാപിതാക്കളും ഒക്കെ കൂടി സന്തോഷമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ മദ്യപിച്ച് വരുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിൽ ഒരു സമാധാനവും കിട്ടൂല. കാരണം വെക്കുന്ന ആഹാരം സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി മാതാപിതാക്കളും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുവാൻ ആ കുടുംബത്തിൽ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ള ദയനീയമായ സത്യാവസ്ഥ പല കുടുംബങ്ങളിൽ ഞാൻ നേരിൽ കണ്ടവളാണ്, നേരിൽ കണ്ട സഹോദരിയാണ്. ആ അമ്മമാരുടെ ദുഃഖം ഞാൻ കണ്ടതാണ്. ആ വീട്ടമ്മമാരുടെ കരച്ചിൽ ഞാൻ നേരിൽ അനുഭവിച്ചവരാണ്, കണ്ടതാണ്. കാരണം ഞാൻ സാധാരണക്കാരായ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു സഹോദരി എന്ന നിലയിൽ എനിക്കതെല്ലാം സുപരിചിതമാണ്. അപ്പേ കുടുംബ സമാധാനം മൂന്നാമത്തത് അമ്മയെ തകർന്നു പോകുന്നു. പിന്നെ ആ വ്യക്തിക്ക് സമൂഹത്തിൽ യാതൊരു മാന്യതയും ആരും കൽപ്പിക്കില്ല. കാരണം എന്താ? അവനാ എത്ര സമ്പന്നനായാലും എത്ര ദരിദ്രനായാലും എത്ര ഉന്നത ജോലി ഉണ്ടായാലും അവനെ പോട്ടെ, അവനൊരു കുടിയെ, നമ്മൾ അവനെ മാനിക്കണവരെ കൊണ്ട് ഒരു നിസ്സാരക്കാരനെ മാനിച്ചാൽ അതിന് നല്ലതാ എന്ന് പറയും. അക്രമവും അനീതിയും അസമത്വവും അരാജകത്വവും കൊടികുത്തി വാഴുകയാണ്. കാരണം എന്താ? മദ്യപാനം തന്നെ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് ശരിയായ ദിശയിൽ കൂടി വാഹനം ഓടിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പം ആ വാഹനം ചെന്ന് കയറുന്നത് മറ്റു വണ്ടികളിലോ അല്ലെങ്കിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഒരു സഹോദരിയോ ഒക്കെ ആയിരിക്കും. എത്രയോ വാഹന അപകടങ്ങൾ നിമിത്തം എത്രയോ ചെറുപ്പക്കാരികൾ ഇന്ന് വിധവകളായിത്തീരുന്നു. അതുപോലെ മദ്യപാനം മൂലം എത്രയോ ചെറുക്കുള്ള നല്ല ജോലിയുള്ള കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായി ജീവിക്കേണ്ട കൊച്ചുകുട്ടികൾ
വിധവകളായിത്തീരുന്നു. ഇതിനൊക്കെ ഉത്തരവാദിയായ മദ്യം തന്നെ, മദ്യത്തിൻ്റെ അതിപ്രസരം. ഗവൺമെൻറ് അതിന് കൂട്ടു നിൽക്കുകയാണ്. ഗവൺമെൻറ്റിന് എങ്ങനെയെങ്കിലും കുറേ പണം സമ്പാദിക്കണം, ഏത് രീതിയിലായാലും വേണ്ടില്ല, ഏത് വിധത്തിലായാലും വേണ്ടില്ല, ഏതായാലും നിർത്തി കൊടുക്കണമെന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഏത് തന്നെ ആയാലും ഞങ്ങളൊക്കെ ഒത്തിരി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതായി. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവും സഹകരണവും നിമിത്തം നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്രവർത്തനം, ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് നമുക്ക് നമ്മാനാകുന്ന രീതിയിൽ കൊച്ചു കൊച്ചു പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അതിന് ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം നിറഞ്ഞ അതിരൂപത പ്രസിഡന്റ് കെ പൗലോസേട്ടൻ, വൈസ് ചെയർമാൻ ബാസ്റ്റൻ പാറയ്ക്കൽ, അങ്കമാലി ഫൊറോന പ്രസിഡന്റ് ജോസ് പടയാട്ടി, മറ്റു ഭാരവാഹികളെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.